അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വോയിസിലേക്ക് വരുന്നത്. ഞാൻ നാസർ മാഷ് ആർവാട്. ഏതായാലും സാമ്പത്തികമായും സാമൂഹികമായൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന സുന്നികൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയൊരു മഹല്ലാണ് ആർവാട് പുഴക്കൽ പീടിക. അൽഹംദുലില്ലാഹ്, ഒരുപാട് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ട് നടക്കുന്ന ഈ നാട്ടിൽ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അസീസ് മഹ്വരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഒരു ഉളുഹിയത്തിൻ്റെ ബലിമൃഗം നൽകിക്കൊണ്ടാണ് ആദ്യമായിട്ട് നമ്മുടെ മഹലിലേക്ക് കയറി വന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അത് കഴിഞ്ഞ വർഷങ്ങളിൽ വരെ തുടർന്നു പോന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതിനേക്കാൾ അർഹതപ്പെട്ട പല മഹല്ലുകൾ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലായിരിക്കാം. എന്നാലും അവർ പരിപൂർണമായ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുകയാണ്. മദ്രസയെ സംബന്ധിച്ചിടത്തോളം മുൻ വർഷങ്ങളിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മഹാനായ സീം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറൽ അസീസ് തങ്ങളുടെ പേരിലുള്ള ഒരു ചാരിറ്റിയുടെ നേതൃത്വത്തിലാണ് നമുക്ക് ഈ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നന്ദി അറിയിച്ചാലും മതിയാകില്ല എന്നറിയാം. അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതായാലും വർഷങ്ങളായി നമ്മുടെ ക്ലാസ്സുകളിലേക്ക് 12 ക്ലാസ്സുകളുള്ള ക്ലാസ്സുകളിലേക്ക് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ സൗജന്യമായി വർഷങ്ങളായി നമുക്ക് നൽകി വരികയാണ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ദിവസം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നമ്മുടെ മഹലിലെത്തി നമ്മുടെ മഹല്ല് മദ്രസ ഭാരവാഹികൾക്ക് അതിനു വേണ്ടിയുള്ള ഫണ്ട് കൈമാറിക്കഴിഞ്ഞു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഒരുപക്ഷെ കേരളത്തിൻ്റെ പുറത്തും ഹനഫി മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന മദ്രസകളിലടക്കം 17ഓളം മദ്രസകളിൽ ഓൾറെഡി പുസ്തകങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കൊച്ചു ഗ്രാമത്തിലെത്തുകയും നമുക്കും നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും കുരുന്നുകൾക്കും പുസ്തകങ്ങൾ കൈമാറിക്കഴിഞ്ഞു. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മഹാനായ സീം വലിയുല്ലാഹി തങ്ങളുടെ ഖദ്ദസുല്ലാഹു സിറൽ അസീസ് തങ്ങളുടെ നാമധേയത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും തുടരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മഹല്ലിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു പ്രളയ സമയത്ത് വീട് ഇല്ലാതെ കുടുങ്ങിക്കിടക്കുന്ന, വീട് പണി ആരംഭിച്ച് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പാവം കുടുംബത്തിൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകി, ലക്ഷക്കണക്കിന് രൂപ നൽകി. അൽഹംദുലില്ലാഹ്, അവരിന്ന് സന്തോഷത്തോടു കൂടെ ആ വീട്ടിൽ താമസിക്കുകയാണ്. അള്ളാഹു സ്വർഗീയ ഭവനം കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏതായാലും നമ്മുടെ നാട്ടിലെ സംഘകുടുംബത്തിൻ്റെ മഹല്ലിൻ്റെ എല്ലാവിധ കടപ്പാടുകളും ബഹുമാനപ്പെട്ട അസീസ് മഹ്വരി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അറിയിക്കുന്നതോടൊപ്പം ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള ദഅവാ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. CM കൂട്ടായ്മയുടെ ഭാഗമായി നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സാമ്പത്തിക സഹായങ്ങളും മറ്റു ഉപദേശ നിർദ്ദേശങ്ങളും നൽകുന്ന പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് മഹ്വരി ഉസ്താദ് ഇരിങ്ങാവൂർ, ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സുപരിചിതനാണ്. മഹല്ലിലെ ഒരു മെമ്പറെ പോലെയാണ് ഉസ്താദിനെല്ലാവരും കാണുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു CM കൂട്ടായ്മയാണ് നമ്മോടൊന്നും ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. നമ്മൾ മരണപ്പെട്ടു പോയ കബറിനകത്ത് സുഖപൂർവ്വമുള്ള ബുദ്ധമാകുമാറാവട്ടെ. അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തിൽ
ഉസ്താദിനും കൂട്ടായ്മയ്ക്കും സുന്ന മദ്രസയുടെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചു കൊടുക്കുന്നത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. പ്രാർത്ഥിക്കുകയാണ്. മുഖവരുടെ ആവശ്യമില്ല എന്നറിയാം. കാരണം ഈ നാട്ടിലെ ഓരോ അംഗങ്ങളെ പോലെയും മഹല്ലിലെ അംഗങ്ങളെ പോലെയും സുപരിചിതനായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മഹ്ലൽ ഉസ്താദ്. വർഷങ്ങളായിട്ട് ഈ മഹല്ലുമായിട്ട് നമ്മളോട് ചേർന്ന് നിന്ന് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഒരു ചെറിയ ഒരു അസുഖത്തിൻ്റെ പ്രശ്നങ്ങൾ വരെ ഹോസ്പിറ്റൽ കേസ് വരെ നമ്മൾ ഇതൊക്കെ പോലെയുള്ള ആളുകൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നാറുള്ളത് ഉസ്താദിനെയാണ്. പലപ്പോഴും അതിന് നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി നൽകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്ക് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പഠനത്തിനുള്ള പുസ്തകങ്ങൾ അവരുടെ വകയായി തന്നെ തരാറുണ്ട്. ഈ വർഷം സത്യം പറയുകയാണെങ്കിൽ എന്നോട് മറന്നു പോയതായിരുന്നു. ഉസ്താദ് ഇങ്ങോട്ട് വിളിച്ച് എന്നോട് ചോദിച്ചു ഈ വർഷം എന്താ ഓർമ്മിപ്പിക്കാത്തതെന്ന്. ആ സമയത്താണ് ഞാൻ ഉസ്താദിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. വിസ്മരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഈ നാട്ടിലെ തന്നെ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വീടുപണിയുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് അവർ വീട്ടിൽ കൂടി ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നല്ല ഒരു അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള വലിയ ഒരു ധനസഹായം തന്നെ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ നൽകിയിരുന്നു. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിലെ ക്രൈസിസിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് ഈ ബലിമൃഗത്തിനെ നമുക്ക് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ബന്ധം ആരംഭിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത്. ദുആ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ ഈ നാട്ടിലെ ആളുകൾക്ക്. എല്ലാ പ്രാവശ്യവും വിസ്മരിക്കാതെ തന്നെ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ബന്ധം മരണം വരെ നമുക്കൊക്കെ നിലനിൽക്കണം. തലമുറകളായി ഇനിയും ഈ നാൾ വരെ ഈ ചാരിറ്റി ബഹുമാനപ്പെട്ട മഹാനായ CM വലിയുള്ളാഹിയുടെ പേരിലുള്ള ഒരു ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതായതുകൊണ്ട് തന്നെ മഹാനവറുകളോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ആദരവും കാണിച്ച് നിൽക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ ആളുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ആത്മബന്ധമായിരിക്കാം ഏതോ നാട്ടിലുള്ള മലപ്പുറത്ത് എവിടെയോ ഉള്ള ആളുകൾ ഈ കുഗ്രാമത്തിൽ എത്തിപ്പെട്ടത്. ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും ഔപചാരികതയുടെ പേരിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഈ മഹലിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മഹ്ലൽ ഉസ്താദ് അതുപോലെ തന്നെ ഉസ്താദ് എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ, സന്തോഷം നൽകട്ടെ. ഇതൊക്കെ 10 ജുസ്ഇൻ്റെ സഹഫാണ്. ചെറിയ ജുസ്ഉകൾ